ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയ അത് മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പുതിയതായി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. യൂറോപ്യൻ നാഷണൽ ടീമാണ്. അതിൽ ഇത്രയും പ്ലേയേഴ്സ് വരുന്നതാണ്. CR7 ഒക്കെ ഉണ്ട്, പാൾമർ ഉണ്ട്, അലക്സാണ്ടർ അർണോൾഡ് ഉണ്ട്. ഈ പാക്ക് എന്ന് പറഞ്ഞാൽ കളിച്ച് തുടങ്ങുന്നവർക്ക് ബെസ്റ്റ് പാക്ക് എവറാണ്. ഇതിൽ നല്ല പ്ലേയേഴ്സ് കുറേ ഉണ്ട്. പിന്നെ 100 ഈ ഫുട്ബോൾ ടീം കോയിൻ ഉണ്ട്. ഇന്ന് വന്ന പാക്ക് ഇതാണ്. ഫെനോമിനൽ പാസിംഗ് ഉള്ള ഡെക്ലാൻ റൈസ്, പിന്നെ മൊമെന്റ് ഡ്രിബ്ലിംഗ് ഉള്ള റാഫേൽ ലിയാവോ, ഏരിയൽ ഫോൾട്ടുള്ള ഡാൻ ബേർണുമാണ്. അപ്പോൾ ബാക്കി വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് ഡെയിലി ഗെയിമിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഡെയിലി ഗെയിം അടിക്കുന്ന ആള് മാറിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വ്യത്യാസം നോക്കാം. ഇതിൽ 9 സ്റ്റെപ്സ് പോകുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ എന്ന് നോക്കാം. ഒന്ന് നോക്കിയത് അല്ല, ഇതുപോലെ തന്നെയാണ്. എനിക്കിനി ഇതിൽ കിട്ടേണ്ടത് ടോണി ആദംസിനെയാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബെക്കാമിനെയും ടോണി ആദംസിനെയും പിന്നെ സെർജിഞ്ഞോ ഇവരെ 3 ആളെയും കിട്ടി ആരെങ്കിലും ഉണ്ടോ? എത്ര പേർക്ക് ഇവരെ 3 ആളും കിട്ടണ് എന്ന് കമന്റിൽ പറയുക. ഇനി ടോണി ആദംസിനെയും കൂടി കിട്ടണം. ടോണി ആദംസ് ഡിസ്ട്രോയർ ആണ്. ഇതിലിപ്പോൾ ഉള്ളത് ബെക്കം പവറാണ്. എല്ലാവർക്കും അറിയാലോ, അവൻ ബിൽഡപ്പാണ്. ബരേസിയും ബിൽഡപ്പാണ്. അപ്പം അതൊരു കോംബോ നടക്കൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ടോണി ആദംസിനെ എനിക്ക് കിട്ടണമെന്നുണ്ട്. മറ്റേ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് എല്ലാം പോയിട്ടുണ്ട്. ഇത് പുതിയതാണ്, യൂറോപ്യൻ നാഷണൽ ടീമാണ്. അതിന് നമുക്ക് 100 ഈ ഫുട്ബോൾ ടീം പോയിന്റ്സും റേഞ്ച് ബൂസ്റ്റർ ഒന്നും, പിന്നെ GK ഡയറക്റ്റിംഗ് ഡിഫൻസ്, പിന്നെ നാഷണൽ ടീം നേരത്തെ കാണിച്ചത് ഏതോ നാഷണൽ ടീം തന്നെയാണ്. പുതിയ വന്ന പാക്കുകളെല്ലാം നമുക്കൊന്ന് കാണാം. ടവറിംഗ് ജയൻസ്, അതായത് നാഷണൽ ടീമിൽ നിന്നുള്ളതാണ്. യൂറോപ്യൻ നാഷണൽ ടീമിൽ നിന്നാണ്. ടവറിംഗ് ജയൻസ്, മൊമെന്റം ഡ്രിബ്ലിംഗ് ഉള്ള റാഫേൽ ലിയാവോ, ഡെക്ലാൻ റൈസ്, 106 പ്ലെയർ ഉണ്ട് ഗായ്സ്. ഇതിൽ 100 പ്ലേയേഴ്സ് ഓൺലി ആണ്. കറണ്ട് പോയി ഗായ്സ്. 106 തിയാഗോ സിൽവ ഉണ്ട്. പിന്നെ ബ്രസീലിയൻ ലെജൻഡ് ഓസ്കാറിനെ അറിയുന്നവരെല്ലാവരും കമന്റ് ചെയ്യും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയ അത് മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പുതിയതായി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. യൂറോപ്യൻ നാഷണൽ ടീമാണ്.
അതിൽ ഇത്രയും പ്ലേയേഴ്സ് വരുന്നതാണ്. CR7 ഒക്കെ ഉണ്ട്, പാൾമറുണ്ട്, അലക്സാണ്ടർ അർണോൾഡ്. ഈ പാക്ക് എന്ന് പറഞ്ഞാൽ കളിച്ച് തുടങ്ങുന്നവർക്ക് ബെസ്റ്റ് പാക്ക് എവറാണ്. ഇതിൽ നല്ല നല്ല പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സ് കുറേ ഉണ്ട്. പിന്നെ 100 ഈ ഫുട്ബോൾ ടീം കോയിൻ ഉണ്ട്. ഇന്ന് വന്ന പാക്ക് ഇതാണ്. ഫെനോമിനൽ പാസിംഗ് ഉള്ള ഡെക്ലാൻ റൈസ്, പിന്നെ മൊമെന്റ് ഡ്രിബ്ലിംഗ് ഉള്ള റാഫേൽ ലിയാവോ, ഏരിയൽ ഫോൾട്ടുള്ള ഡാൻ ബേർണുമാണ്. അപ്പോൾ ബാക്കി വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് ഡെയിലി ഗെയിമിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഡെയിലി നിന്ന് അടിക്കുന്ന ആള് മാറിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വ്യത്യാസം നോക്കാം. ഇതിൽ 9 സ്റ്റെപ്സ് പോകുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് നോക്കാം. ഒന്ന് നോക്കിയേ. അല്ല, ഇതുപോലെ തന്നെയാണ്. എനിക്കിനി ഇതിൽ കിട്ടേണ്ടത് ടോണി ആദംസിനെയാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബെക്കാമിനെയും ടോണി ആദംസിനെയും പിന്നെ സെർജിഞ്ഞോ ഇവരെ 3 ആളെയും കിട്ടി ആരെങ്കിലും ഉണ്ടോ? എത്ര പേർക്ക് വരെ 3 ആളും കിട്ടുന്നു എന്ന് കമന്റിൽ പറയുക. ഇനി ടോണി ആദംസിനെയും കൂടി കിട്ടണം. ടോണി ആദംസ് ഡിസ്ട്രോയറാണ്. ഇതിലിപ്പോൾ ഉള്ളത് ബെക്കംബോറാണ്. എല്ലാവർക്കും അറിയാലോ, അവൻ ബിൽഡപ്പാണ്. ബരേസിയും ബിൽഡപ്പാണ്. അപ്പം അതൊരു കോംബോ നടക്കൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആ ടോണി ആദംസിനെ എനിക്ക് കിട്ടണമെന്നുണ്ട്. മറ്റേ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് എല്ലാം പോയിട്ടുണ്ട്. ഇത് പുതിയതാണ്, യൂറോപ്യൻ നാഷണൽ ടീമാണ്. അതിന് നമുക്ക് 100 ഈ ഫുട്ബോൾ ടീം പോയിന്റ്സും റാൻഡം ബൂസ്റ്റർ ഒന്നും, പിന്നെ GK ഡയറക്റ്റിംഗ് ഡിഫൻസ്, പിന്നെ നാഷണൽ ടീം നേരത്തെ കാണിച്ചത് ഏതോ നാഷണൽ ടീം തന്നെയാണ്. പുതിയ വന്ന പാക്കുകളെല്ലാം നമുക്കൊന്ന് കാണാം. ടവറിംഗ് ജയൻസ്, അതായത് നാഷണൽ ടീമിൽ നിന്നുള്ളതാണ്. യൂറോപ്യൻ നാഷണൽ ടീമിൽ നിന്നാണ് ടവറിംഗ് ജയൻസ്. മൊമെന്റം ഡ്രിബ്ലിംഗ് ഉള്ള റാഫേൽ ലിയാവോ, ഡെക്ലാൻ റൈസ്, 106 പ്ലെയർ ഉണ്ട് ഗായ്സ്. ഇതിൽ 100 പ്ലേയേഴ്സ് ഓൺലി ആണ്. കറണ്ട് പോയി ഗായ്സ്. 106 തിയാഗോ സിൽവ ഉണ്ട്. പിന്നെ ബ്രസീലിയൻ ലെജൻഡ് ഓസ്കാറിനെ അറിയുന്നവരെല്ലാവരും ഇതൊരു കിടിലം പോലത്തെ പാക്കാണ്. ഫോർട്ട് സ്കില്ലുള്ള തിയാഗോ സിൽവയാണ്. പിന്നെ യായ തൂറ, പിന്നെ പീറ്റർ ഷിഷ്മിക്കൽ, അതൊക്കെ ഈ തിങ്കളാഴ്ച പോകുന്നതാണ്. അതിന് പകരം തിങ്കളാഴ്ച ഒരു കിടിലം പാക്ക് വരുന്നുണ്ട്. ഗസ്റ്റ് ചെയ്യാൻ കഴിയുന്നവർ ഗസ്റ്റ് ചെയ്യുക. ഇതിലുള്ളത് ലെവി കോൾവിൽ 100 റേറ്റിംഗ് വരുന്ന ബാർക്കോള, 99 വരെ പോകുന്ന കോൾവിൽ. ഫോം ഉണ്ടാകുമ്പോൾ 100 ആകും, ഫോം ഇല്ലാത്തപ്പോൾ 98 99 ഒക്കെ ആകും. ജാഫ്രിക്സ് 98,
അവധിയാലോ സൺഹ്യൂമിൻ്റെ കിടിലം പോലത്തെ ഒരു പാക്കാണിത്. പിന്നെ ബ്ലിറ്റ്സ് കളറൊക്കെ കിട്ടിയ മോനെ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ കിടിലം പാക്കാണത്. പിന്നെ ഇത് സെലക്ഷൻ കോൺട്രാക്റ്റ് ആണ്. ഡയറക്ഷണൽ ഡിഫൻസ് പുതിയൊരു സ്കില്ലാണ്. പിക്ഫോർഡ്, ഡിയാഗോ കോസ്റ്റ, ഡൊമിനിക് ലിയാവാജ്. പിന്നെ ഇതാ അടുത്ത CR7, സാക്ക, ഹാരി കെയ്ൻ, റൂബൻ ഡിയാസ്. ഇസ്ട്രോയർ റൂബൻ ഡിയാസ് ആണ്. നോമിനേറ്റിംഗ് കോൺട്രാക്ട് തിയോ ഹെർണാണ്ടസ്. ഇത് കറക്കാനുള്ളതല്ല ഗായ്സ്. സെലക്ഷൻ കോൺട്രാക്റ്റ് ആണ്. നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ പോകുന്നത് CR7 ഒറ്റ CR7 കാർഡൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ആരെ എടുക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്ന് CR7 ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആകാം. ഈ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് ഇതിൽ നിന്ന് റൂബൻ ഡിയാസിനെ എടുക്കണം. ഈ പാക്കിൽ നിന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ അടുത്ത വീഡിയോ അത് തന്നെ ആയിരിക്കും. പിന്നെ ഈ കീപ്പറൊക്കെ ഉണ്ടാകുന്നതാണ്. ഡയറക്റ്റിംഗ് ഡിഫൻസ് എന്താണ് സംഭവം ഇതുവരെ മനസ്സിലായില്ല. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കാം. ഈ കീപ്പേഴ്സ് മുഴുവനും 101 ആകുന്നതാണ്. കിടിലനാണ്. ഞാനിതൊന്ന് എടുക്കുകയാണെങ്കിൽ പിക്ഫോർഡിനെ എടുക്കും. പിക്ഫോർഡ് അല്ലെങ്കിൽ കോസ്റ്റ, ഡിയാഗോ കോസ്റ്റ. അന്നേ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പെട്രിയെ ഒന്ന് ലെവൽ ട്രെയിൻ ചെയ്യാം. ചെയ്യാറുണ്ട്. നമ്മൾ മിക്കവാറും ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇടുന്നതാണ്. 6 ദിവസമുണ്ട്. ഞാൻ മിക്കവാറും ഒരു പാക്ക് ഓപ്പണിംഗ് ഇടും. പക്ഷെ നമ്മളങ്ങനെ 100 കോയിൻ തന്നെ ഈ കിട്ടുമെന്ന് സംശയമാണ്. കാരണം നമ്മൾ പൈസ പൊട്ടിക്കാറില്ല.
200 കോയിൻ കിട്ടുന്നതാണ്. പിന്നെ PvP 200, 300 കോയിൻ മുഴുവനായി കിട്ടുന്നതാണ്. ഞാൻ 300 അതിന് തന്നെ കൊടുക്കും. എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് അതിൽ നിന്ന് ആ CB കിട്ടണം. സിൽവ ഡിസ്ട്രോയറാണ്, എനിക്ക് പറ്റിയ പ്ലേയിങ് സ്റ്റൈലുമാണ്. എങ്ങനെയെങ്കിലും സിൽവ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കറക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ ഫ്രം റാസീസ് വ്ലോഗ്. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചിരുന്നു എൻ്റെ പേരെന്താണെന്ന്. എൻ്റെ പേര് മുഹമ്മദ് സനീൻ എന്നാണ്. ചാനലിൻ്റെ പേര് റാസീസ് വ്ലോഗ് ആക്കാൻ കാരണം ഇതിനു മുമ്പ് ഈ ചാനൽ നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ കാക്കയാണ്. അവൻ്റെ പേരാണ് റാസി. അപ്പോൾ അതുകൊണ്ടാണ് റാസീസ് വ്ലോഗ് എന്നിട്ടത്. ബൈ ഫ്രം റാസീസ് വ്ലോഗ്. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചിരുന്നു എൻ്റെ പേരെന്താണെന്ന്. എൻ്റെ പേര് മുഹമ്മദ് സനീൻ എന്നാണ്. ചാനലിൻ്റെ പേര് റാസീസ് വ്ലോഗ് ആക്കാൻ കാരണം ഇതിനു മുമ്പ് ഈ ചാനൽ നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ കാക്കയാണ്. അവൻ്റെ പേരാണ് റാസി. അപ്പോൾ അതുകൊണ്ടാണ് റാസീസ് വ്ലോഗ് എന്നിട്ടത്. ബൈ ഫ്രം റാസീസ് വ്ലോഗ്. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചിരുന്നു എൻ്റെ പേരെന്താണെന്ന്. എൻ്റെ പേര് മുഹമ്മദ് സനീൻ എന്നാണ്. ചാനലിൻ്റെ പേര് റാസീസ് വ്ലോഗ് ആക്കാൻ കാരണം ഇതിനു മുമ്പ് ഈ ചാനൽ നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ കാക്കയാണ്. അവൻ്റെ പേരാണ് റാസി. അപ്പോൾ അതുകൊണ്ടാണ് റാസീസ് വ്ലോഗ് എന്നിട്ടത്. ബൈ ഫ്രം റാസീസ് വ്ലോഗ്.